പാലക്കാട്ടെ കള്ളപ്പണ പരാതിയിൽ ഷാനിമോൾ ഉസ്മാന്റെ മൊഴിയെടുത്തു. ആലപ്പുഴയിലെ വീട്ടിലെത്തിയാണ് പാലക്കാട് പോലീസ് മൊഴിയെടുത്തത്. ശരത് തസ്വീരങ്ങളുമായി. ശരത്, എപ്പോഴായിരുന്നു മൊഴിയെടുക്കൽ? ഇതിൽ ഒരു പരാതി നൽകിയിരുന്നു നേരത്തെ ഷാനിമോൾ ഉസ്മാൻ. അവിടുത്തെ റെയ്ഡ്, ആ റെയ്ഡിൽ തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ഷാനിമോൾ പരസ്യമായി തന്നെ പ്രതികരിച്ചതാണ്. സ്മൃതി, ഇന്ന് രാവിലെയാണ് പാലക്കാട് നിന്ന് പോലീസ് ഇത്തരത്തിൽ ഷാനിമോൾ ഉസ്മാന്റെ ആലപ്പുഴയിലെ വീട്ടിലെത്തിയത്. അതായത് ഈ സംഭവത്തിൽ നീലട്രോളി വിവാദത്തിൽ റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു. റെയ്ഡിന്റെ സമയത്ത് ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ മുറിയിലേക്ക് അന്വേഷണ സംഘം പോലീസ് ഉദ്യോഗസ്ഥർ കയറുകയും ചെയ്തു. ഈ ഉദ്യോഗസ്ഥരിൽ വനിതാ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഷാനിമോൾ ഉസ്മാന്റെ പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ആലപ്പുഴയിലെത്തി മൊഴി രേഖപ്പെടുത്തിയത്. ഷാനിമോൾ ഉസ്മാന്റെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ അല്പസമയം മുമ്പ് പോലീസ് മൊഴി രേഖപ്പെടുത്തി പൂർത്തീകരിച്ചിരിക്കുന്നു. സംഭവത്തിൽ എന്തായാലും നീലട്രോളി വിവാദം യഥാർത്ഥത്തിൽ ഒരു തിരിച്ചടിയായ വിവാദമാണ്. അതിന് പുറമെ ഇപ്പോൾ ഷാനിമോൾ ഉസ്മാന്റെ പരാതി അത് സിപിഎമ്മിനെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്നു. അതായത് ഈ വിവാദം കൊണ്ടുവന്നത് സിപിഎം ആണ്. അത് മാത്രമല്ല, തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലായിരുന്നു പോലീസ് തന്റെ മുറിയിലേക്ക് കയറിയത്. നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഷാനിമോൾ ഉസ്മാനും ഈ കാര്യത്തിൽ പറയുന്നത്. നിലവിലെന്തായാലും പോലീസിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയത്. പാലക്കാട് സൌത്ത് പോലീസാണ്